നമ്മൾ ലോകത്ത് ഏതെങ്കിലും ഒരു അറബി എടുത്ത് ചെന്നിട്ട് നമ്മൾ അറബിയിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് കൂടുതൽ അറബി അറിയില്ലായിരിക്കും. പക്ഷെ എന്നാലും പുള്ളി നമ്മളെ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മളൊരു വെള്ളക്കാരൻ്റെ അടുത്ത് ചെല്ലുവാണ്. സായിപ്പിൻ്റെ അടുത്തും ഇതേപോലെ ചിലപ്പോൾ നമ്മൾ മുറി ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാൻ പോണത്. പുള്ളി നമ്മളെ വിലയിരുത്താൻ പോകുന്നില്ല. അതുപോലെ നമ്മളൊരു ഡാൻസറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ്റെ അടുത്തോ ഇതുപോലെ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. അവർ നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ഒരു ബിസിനസ്സുകാരുടെ അടുത്ത് നമ്മൾ ചെല്ലുവാണ്, നമ്മളൊരു വലിയൊരു ബിസിനസ് ഐഡിയ ആയിട്ട് ചെല്ലുവാണ്. പക്ഷേ നമ്മളുടെ കയ്യിൽ ചില്ലി കാശ് ഉണ്ടാകത്തില്ല. പുള്ളി നമ്മളെ ഫുള്ള് കേൾക്കും, ഐഡിയാസ് എല്ലാം കേൾക്കും. അയാൾ നമ്മളെ വിലയിരുത്താൻ പോണില്ല. നിങ്ങൾക്കറിയാമോ ആരാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ വിലയിരുത്തുന്നത്? നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് കുറേ പേരുണ്ടാകും. ഒരു പണിക്കും പോകാണ്ട് ആരെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പൊങ്ങി വരുമ്പം അസൂയയും അതേപോലെ തന്നെ അമർഷവും വിഷമവും ദേഷ്യമായിട്ട് ഇരിക്കുന്നവർ. ഇങ്ങനെയുള്ളവരെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മാറ്റി അങ്ങ് നിർത്തുക. പിന്നെ ഇങ്ങനെയുള്ളവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു പുരോഗതി ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞ കുറേ ആൾക്കാരില്ലേ, അങ്ങനത്തെ ഉള്ളവരുടെ കൂടെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ കൂടെ നമ്മൾ സഹവാസം ഉണ്ടെങ്കിൽ നമുക്കും നല്ല നല്ല സ്വപ്നങ്ങളുണ്ടാവും, നമ്മുടെ ലൈഫും നല്ല രീതിയിൽ പുരോഗമിക്കും.